നമസ്കാരം. പാർലമെന്റിൽ വർഷകാല സമ്മേളനം ഇന്ന് ആരംഭിക്കാനിരിക്കെ പാർലമെന്റിലും ചെങ്കോട്ട മേഖലയിലും ബോംബ് സ്ഫോടനം നടത്തുമെന്ന ഭീഷണി സന്ദേശവുമായി ഖലിസ്ഥാൻ തീവ്രവാദികൾ രംഗത്തെത്തിയിരിക്കുകയാണ്. അവർ വലിയ തോതിൽ തന്നെ ബോംബ് സ്ഫോടനം നടത്തുമെന്നൊരു ഭീഷണിയാണ് ഇപ്പോൾ മുഴക്കിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ പാർലമെന്റിലും പരിസരത്തും നിലവിൽ അതീവ ജാഗ്രതയിലാണ്. നാളെ മൂന്നാം മോദി സർക്കാരിന്റെ ബഡ്ജറ്റ് സമ്മേളനം തുടങ്ങാനിരിക്കെ ഇന്ന് പാർലമെന്റിൽ സമ്മേളനം നടക്കുകയാണ്. ഇന്നലെ രാത്രിയിൽ കേരളത്തിൽ നിന്നുള്ള 2 രാജ്യസഭാ അംഗങ്ങൾക്ക് മാത്രമാണ് ഭീഷണി സന്ദേശം ലഭിച്ചത് എന്നത് എടുത്തു പറയേണ്ടതാണ്. ഞായറാഴ്ച രാത്രി 11:30 മണിയോട് കൂടിയാണ് കേരളത്തിൽ നിന്നുള്ള രാജ്യസഭാ അംഗങ്ങളായ വി ശിവദാസിനും എ റഹീമിനും ഭീഷണി സന്ദേശം ലഭിച്ചത്. ഇന്ത്യൻ ഭരണാധികാരികളുടെ കീഴിൽ സിഖുകാർ ഭീഷണി നേരിടുകയാണെന്നും ഖലിസ്ഥാൻ ഹിതപരിശോധന സന്ദേശം ഉയർത്തി പാർലമെന്റ് മുതൽ ചെങ്കോട്ട വരെ ബോംബിട്ട് തകർക്കുമെന്നായിരുന്നു സന്ദേശം. അതിന് ഇരയാകണ്ടെങ്കിൽ എംപിമാർ വീട്ടിലിരിക്കണമെന്നും ഭീഷണി സന്ദേശത്തിൽ പറയുന്നുണ്ട്. സന്ദേശം ലഭിച്ച ഉടൻ തന്നെ എംപിമാർ ഡൽഹി പോലീസിന് വിവരം കൈമാറിയിട്ടുണ്ട്. ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി എംപിമാരുടെ മൊഴി രേഖപ്പെടുത്തി. ഞായറാഴ്ച രാത്രി 11:30 മണിയോടുകൂടിയാണ് സന്ദേശം ഇവർക്ക് ലഭിക്കുന്നത്. 2023 ഡിസംബറിൽ പുതിയ പാർലമെന്റിൽ ആദ്യ സമ്മേളനം തുടങ്ങിയതിന് പിന്നാലെ ശൂന്യവേളയിൽ സന്ദർശക ഗാലറിയിൽ നിന്ന് സഭാ തലത്തിലേക്ക് ചാടിയ 2 പേർ പുക തുറന്നു വിടുകയും വലിയ തോതിൽ ഭീകര അന്തരീക്ഷം സൃഷ്ടിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. പാർലമെന്റിൽ 2001 നടന്ന ഭീകരാക്രമണത്തിന്റെ വാർഷിക ദിനമായിരുന്നു അന്ന് പുതിയ പാർലമെന്റിൽ പുക സ്പ്രേ ആക്രമണം ഉണ്ടായത്. 2 നുഴഞ്ഞുകയറ്റക്കാർ ലോക്സഭാ ഹാളിലേക്ക് പുകക്കൊഴലുകൾ എറിഞ്ഞു. പുതിയ പാർലമെന്റിൽ ആക്രമണം മുഴുവൻ പുകമറയായിരുന്നുവെങ്കിൽ 2001 ആക്രമണത്തിൽ വെടിവെപ്പും ഒരു ചാവേർ ബോംബർ പൊട്ടിത്തെറിക്കുകയുമായിരുന്നു. അതിൽ കുറെ പേർക്ക് മരണം സംഭവിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. സ്മോക്ക് ഗൺ പൊട്ടിച്ച് പ്രതികൾ ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കുകയുണ്ടായി. പാർലമെന്റിന് പുറത്തും സമാനമായ സംഭവമാണ് അന്ന് നടന്നത്. ആക്രമണങ്ങളിൽ ഒരാൾ എംപിമാരുടെ മേശകൾക്ക് മുകളിലൂടെ സഭാ അധ്യക്ഷനെ ലക്ഷ്യമാക്കി കുതിച്ചു. ഇതിനിടെ മനോനില കൈവിടാതെ എംപിമാർ പ്രതികളെ മൽപ്പിടുത്തത്തിലൂടെ കീഴടക്കി സുരക്ഷാ ഉദ്യോഗസ്ഥരെ ഏൽപ്പിക്കുകയായിരുന്നു പുതിയ പാർലമെന്റിലെ ആദ്യ സമ്മേളനത്തിൽ സ്മോക്കർ ബോംബ് ആക്രമണം ഉണ്ടായപ്പോൾ എംപിമാർ ചെയ്തത്. ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ പാർലമെന്റിന്റെ സുരക്ഷ ശക്തമാക്കിയിരിക്കുകയാണ്. അതോടുകൂടിയാണ് പാർലമെന്റിന്റെ സുരക്ഷ മുഴുവനായി CISF ഏറ്റെടുക്കുകയും ചെയ്തത്. കർശനമായ സുരക്ഷാ ക്രമീകരണങ്ങളും സുരക്ഷാ നിർദ്ദേശങ്ങളുമാണ് CISF പാർലമെന്റിൽ മുഴുവനായിട്ട് ചെയ്തിരിക്കുന്നത്. ഖലിസ്ഥാനിൽ നിന്ന് ഭീഷണി നിലനിൽക്കുന്നതിനാൽ സന്ദർശനത്തിൽ കടുത്ത നിയന്ത്രണമാണ് ഇനി ഉണ്ടാകാൻ പോകുന്നത്. അതേസമയം 3 ദിവസം മുമ്പാണ് ഖലിസ്ഥാൻ തീവ്രവാദിയായ ലഖ്വീറിനെ NIA അറസ്റ്റ് ചെയ്തത്. വ്യവസായികളെ കൊള്ളയടിക്കുന്നതും മാരക ആയുധങ്ങൾ ഉൾപ്പെടെ ഖലിസ്ഥാൻ തീവ്രവാദികൾക്ക് എത്തിച്ചു കൊടുത്തത് ഇയാളാണെന്ന് കണ്ടെത്തിയതിനെ തുടർന്നാണ് NIA അറസ്റ്റ് ചെയ്തത്. പഞ്ചാബിൽ ഖലിസ്ഥാൻ ഏജന്റുമാർ കൂടുതൽ ഉള്ളതിനാൽ ആയുധങ്ങളെല്ലാം തന്നെ ഈ ലഖ്വീർ പഞ്ചാബിൽ വിതരണം ചെയ്യുന്നുണ്ടായിരുന്നു. വലിയ തോതിൽ ഭീകരപ്രവർത്തനം നടത്താനാണ് ആയുധങ്ങൾ ഉപയോഗിച്ചത്. കാനഡയിലാണ് ഏറ്റവും കൂടുതൽ ഖലിസ്ഥാൻ തീവ്രവാദികളും സിഖുകാരും ഉള്ളത്. അവിടെ വലിയ തോതിൽ ഒരു വോട്ടെടുപ്പ് കഴിഞ്ഞ വർഷം നടക്കുകയുണ്ടായി. കാനഡയിൽ ഇന്ത്യ വിരുദ്ധ പ്രവർത്തനങ്ങൾ തടയുന്നതിന്റെ ശക്തമായ നിർദ്ദേശം അത് തടയണമെന്ന് ഇന്ത്യ ഗവൺമെന്റ് പല പ്രാവശ്യം കാനഡൻ സർക്കാരിന് നിർദ്ദേശം നൽകുകയുണ്ടായിരുന്നു. കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി കാനഡയിൽ തന്നെ പന്നുവിനെ ഉൾപ്പെടെയുള്ളവരെ നമ്മുടെ റോ ഏജന്റുമാർ കൊല്ലുന്ന ഒരു കാഴ്ച നമ്മൾ വാർത്തകളിൽ നിന്ന് അറിയുന്നതാണ്. അതായത് അജ്ഞാതർ ഖലിസ്ഥാൻ തീവ്രവാദികളെ കൊല്ലുന്നു ഉൾപ്പെടെയുള്ളതൊക്കെ. വലിയ തോതിൽ ഇന്ത്യ ശക്തമായ രീതിയിൽ ഖലിസ്ഥാൻ തീവ്രവാദികളെ തകർക്കുകയും കൊന്നൊടുക്കുകയും ചെയ്യുന്ന ഒരു കാഴ്ച ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് പാർലമെന്റിൽ ഈ ഒരു ആക്രമണ ഭീഷണി വന്നിരിക്കുന്നത്.